ഫാഷൻ ലോകത്തെ മികച്ച സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റുകളും നിഷ്കളങ്കമായ ചിരിയും തികഞ്ഞ ആത്മവിശ്വാസവുമുള്ള പെൺകുട്ടി അപർണ തോമസ്. ഒരുപാട് നെഗറ്റിവിറ്റി കൊണ്ട് ഇന്ന് കാണുന്ന ഉയരം കെട്ടിപ്പടുത്തുയർത്തി അവരുടെ മുകളിൽ കാൽ കൊണ്ട് ചവിട്ടി നിൽക്കുന്ന പെൺകുട്ടി എന്ന അക്ഷരത്തിൽ നമുക്ക് പറയാം. മലയാള ഡിജിറ്റൽ മീഡിയയിലും മിനിസ്ക്രീനിലും സ്വന്തമായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച താരം കൂടിയാണ് അപർണ തോമസ്. മോഡലിംഗിൽ നിന്ന് തുടങ്ങി അവതാരകയായും അഭിനേത്രിയായും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായും വളർന്ന അപർണയുടെ ജീവിതത്തിലേക്കുള്ള സ്നേഹം ഇടയ്ക്കിടയ്ക്ക് ആരാധകർ അറിയിക്കാറുണ്ട്. മോഡലിംഗ്, ആങ്കറിംഗ്, ഡിജിറ്റൽ കോണ്ടന്റ് ക്രിയേറ്റർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, അങ്ങനെ എന്തു മേഖലയിലും തന്റെ കയ്യിൽ നന്നായി തന്നെ വഴങ്ങുമെന്ന് തെളിയിച്ചൊരു താരം കൂടിയാണ്. പോരാഞ്ഞിട്ട് തന്നെ ഖത്തർ എയർവേസ് എന്ന എയർവേസിൽ ഏറ്റവും പ്രശസ്തമായ കമ്പനിയിലെ ഒരു മികച്ച എയർ ഹോസ്റ്റസ് കൂടിയായിരുന്നു അപർണ തോമസ്. ആ ജോലി ഉപേക്ഷിച്ചതുപോലും ജീവയുമായിട്ടുള്ള തന്റെ ജീവിതം വീണ്ടും ആരംഭിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. എയർ ഹോസ്റ്റസായി ജീവിക്കുമ്പോൾ തന്നെ ഷെഡ്യൂളുകളുടെയും ടൈമുകളുടെയും വ്യത്യാസത്തിൽ ഇവർ ഒരുപാട് പ്രയാസപ്പെട്ടിരുന്നു. സ്വന്തം നിലപാടുകൾ കൊണ്ടും തനതായ സ്റ്റൈൽ സെൻസ് കൊണ്ടും ഒക്കെ സോഷ്യൽ മീഡിയയിൽ മിനിസ്ക്രീനിലും ഒരുപോലെ ശ്രദ്ധേയായ വ്യക്തിയാണ് അപർണ. ഗ്ലാമറിനൊപ്പം ആത്മവിശ്വാസം കൂട്ടിനുണ്ടെങ്കിൽ ഏതൊരു മേഖലയിലും തന്റേതായ ഒരിടം വെട്ടിപ്പിടിക്കാമെന്ന് തെളിയിച്ച അപർണയുടെ ജീവിതത്തിൽ ഇപ്പോൾ പല മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇന്റർനാഷണൽ എയർലൈൻസിൽ ഫ്ലൈറ്റ് അറ്റൻഡന്റായി കരിയർ ആരംഭിച്ച അപർണ ഫാഷൻ ലോകത്തിലുള്ള കടുത്ത താല്പര്യം കൊണ്ട് മോഡലിംഗിലേക്ക് ചുവടുവെക്കുന്നു. ഫോട്ടോഷൂട്ടുകളിലൂടെ തന്നെ നിരവധി കാര്യങ്ങൾ പറയുന്നു. സിനിമകളിലും ഇടയ്ക്ക് തല കാണിച്ചു. അതിലൂടെ തന്നെ എല്ലാ മേഖലയും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചു. ക്യാമറ എഡിറ്റിംഗ് ഉൾപ്പെടെ എല്ലാം ആദ്യമേ സ്വയം പഠിച്ചു. എല്ലാം കൈകാര്യം ചെയ്യാൻ എളുപ്പമാണെന്ന് മനസ്സിലായി. ഫോട്ടോഷൂട്ടുകളിലൂടെ സൗന്ദര്യ മത്സരങ്ങളുടെയും ശ്രദ്ധിക്കപ്പെട്ടു. ജെയിംസ് ആൻഡ് ആലീസ് എന്ന ചിത്രത്തിൽ അഭിനയ രംഗത്തേക്ക് എത്തിച്ചു.